അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് എടുക്കാനുള്ളത് ചാപ്റ്റർ 4 ആണല്ലേ, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്നുള്ള ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ, ഒരു വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ശ്രദ്ധിക്കുക, വൺ വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻസിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്ത്? എക്സ് പ്ലസ് വൺ ഇസിക്കൽ ടു 0 എന്നുള്ളത്, അല്ലെങ്കിൽ എക്സ് പ്ലസ് റൂട്ട് 2 ഇസിക്കൽ ടു 0, അല്ലെങ്കിൽ റൂട്ട് 2 വൈ പ്ലസ് റൂട്ട് 3 ഇസിക്കൽ ടു 0. ഇതൊക്കെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളാണ്. അത് വൺ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇതിലൊറ്റ വേരിയബിളേ ഉണ്ടാവുള്ളൂ, എക്സ് എന്നുള്ളത്. എക്സ് പ്ലസ് വൺ എന്നുള്ളത് ഈസിക്കൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വേരിയബിൾ ഒരു ലെറ്ററേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. അപ്പോൾ ഇതാണെങ്കിലും എക്സ് എന്നുള്ളത് ഇവിടെ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ വൈ എന്നുള്ള ലെറ്റർ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വേരിയബിളാണ്. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചാൽ ഇപ്പോൾ എക്സ് പ്ലസ് വൺ ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിനോമിയൽസ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വൺ വേരിയബിൾ പഠിച്ച സ്ഥലത്ത് നിങ്ങൾക്കറിയാം, എക്സ് പ്ലസ് വൺ ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ, ആ വാല്യൂവിനെ എന്താണ്? ഈ ഇക്വേഷനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് ഈ ഇക്വേഷൻ ശരിയാകുന്ന തരത്തിലുള്ള എക്സിൻ്റെ വാല്യൂവിനാണ് സൊല്യൂഷൻ എന്ന് പറയാം. അത് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തേക്കാരം? നമ്മളിപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് വൺ ഈസിക്കൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ എക്സ് ഈസിക്കൽ ടു ഇതിനെന്താക്കുക അങ്ങോട്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ പ്ലസ് വൺ ആണല്ലോ ഇവിടെ, ഈ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും -1 എന്നാകും. അതായത് എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? -1 ആയിരിക്കും. ആ -1നെ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അവിടെ എക്സ് പ്ലസ് വൺ അല്ല, ആ എക്സിൻ്റെ സ്ഥാനത്തേക്ക് -1 ഇട്ട് കൊടുത്താൽ -1 പ്ലസ് 1 ഈസിക്കൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഇക്വേഷനെ ശരിയാകുന്ന തരത്തിൽ ഈ വേരിയബിളിന് ഏത് മൂല്യമാണ് ഇട്ട് കൊടുക്കുന്നത്, ആ മൂല്യത്തിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിപ്പോൾ എന്താണ് വൺ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. വൺ വേരിയബിൾ എന്നാണ് ഒരൊറ്റ ലെറ്റർ മാത്രമേ ആ ഇക്വേഷനിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുതായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെയാണ് സൊല്യൂഷൻ കാണുക എന്നുള്ളത്, എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൺ വേരിയബിൾ ആകുമ്പോൾ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് എക്സ് പ്ലസ് 3 ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈസിക്കൽ ടു എന്തായിരിക്കും? എക്സ് ഈസിക്കൽ ടു ഈ പ്ലസ് 3നെ അങ്ങോട്ടുണ്ട് -3 ആവും. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് പ്ലസ് 3 ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിൽ ആ എക്സിന് ഒറ്റ വാല്യൂ ഉള്ളൂ. ഏതാണ്? -3 എന്നുള്ളത്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് വാല്യൂ വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സിൻ്റെ സ്ഥാനത്ത് 4 വെച്ച് കൊടുത്താൽ 4 + 3 എന്നായി. അപ്പോൾ ഉത്തരം 0 അല്ല, 7 ആണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 4 എന്നുള്ളത് എക്സിൻ്റെ വാല്യൂ അല്ല. അപ്പോൾ ശ്രദ്ധിക്കാം, എക്സിന് എന്ത് മാത്രം വെച്ച് കൊടുത്തപ്പോൾ -3 എന്നുള്ളത് നമുക്കവിടെ കിട്ടിയത് മാത്രം ഈ എക്സിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുത്താലാണ് ഈ ഇക്വേഷൻ ശരിയാവുള്ളൂ. അതിനാണ് എന്ത് പറയാം? അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് പറയുന്നത് വെച്ചാൽ യുണീക്ക് സൊല്യൂഷനാണ്. ഏത് നമ്മളെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ഉള്ള ഒരു സ്ഥലത്ത് അതിനെന്താണ്? ഒറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ. ഒറ്റ വേരിയബിൾ ഉണ്ടാകുന്ന ലീനിയർ ഇക്വേഷൻസിന് ഒരേ ഒരു സൊല്യൂഷനെ ഉണ്ടാവുകയുമുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഉദാഹരണത്തിന് -3 എന്നുള്ള ഒരു സൊല്യൂഷനാണ്. വേറൊരു സൊല്യൂഷനും ആ ഇക്വേഷനിൽ ശരിയാവില്ല. ഇനി വേറെ ഉദാഹരണം കൂടി നോക്കാം. 4x + 8 എന്ന് നോക്കാം. അപ്പോൾ എന്തായിരിക്കും? ഈ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ? അപ്പോൾ നമുക്കറിയാം, നമ്മളെന്ത് ചെയ്യും? 4x ഈസിക്കൽ ടു അങ്ങോട്ട് കൊണ്ടുപോകും -8 ആകും. പിന്നെ എക്സ് ഈസിക്കൽ ടു എന്താകും? 4നെ അങ്ങോട്ട് ഹരിക്കാനാവും. ഇവിടെ ഗുണിക്കാനായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കാനാവും. അപ്പോൾ -8 ഹരിക്കണം 4 എന്നാകും. അപ്പോൾ എന്താ ഉത്തരം? എന്താ കിട്ടുക? -8 ഹരിക്കണം 4 ഈസിക്കൽ ടു -2 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? -2 ആണ്. ആ -2 വെച്ച് കൊടുത്താൽ മാത്രമാണ് എന്താകുക? ഈ ഇക്വേഷൻ ശരിയാവുള്ളൂ. നമുക്ക് നോക്കാം. 4 × -2 എത്ര ആയിരിക്കും? -8. -8 ഇവിടുത്തെ +8 എത്ര ആയിരിക്കും? 0 കിട്ടിയില്ലേ? അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വേരിയബിൾ ഉണ്ടാവുകയുള്ളൂ, അതിന് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഒരു ഇക്വേഷന് ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കുക, യുണീക്ക് സൊല്യൂഷൻ ലീനിയർ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പം അത് എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നുണ്ടാവും 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 വേരിയബിൾ ഉണ്ടാകും. അതായത് 4x + 3y
ഓക്കെ ഇസിക്കൽ ടു ഒന്നെങ്കിൽ 0 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഒരു വേരിയബിളിന് പകരം 2 വേരിയബിൾ ഉണ്ടാകുമ്പോഴാണ് ഇതിനെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ 2x + 1 എന്ന് പറയുമ്പോൾ ആ ലീനിയർ ഇക്വേഷൻ എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണ്? എക്സിൻ്റെ പവർ നമ്മളിപ്പോൾ x⁻1 എന്ന് പറയും, x⁻2 എന്ന് പറയും, x⁻3 എന്ന് പറയും. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ, ഈ എക്സിൻ്റെ വേരിയബിളിൻ്റെ പവർ എപ്പോഴും ഒന്നായിരിക്കും. അതിനാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പവർ ഒന്നാവുമ്പോഴാണ് അതിന് ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. പവർ 2 ആകുമ്പോൾ അതിന് വേറെ പേരുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും, ഇത് ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയും. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം തന്നെ മനസ്സിലാക്കുക. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പവർ, ഈ വേരിയബിളിൻ്റെ പവർ ഒന്നായാലാണ് അതിന് പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ എന്ന്. അപ്പോൾ ഒരു വേരിയബിൾ ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയും, 2 വേരിയബിൾ ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയും. അപ്പം നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിൽ പറഞ്ഞു, ഒരൊറ്റ വേരിയബിൾ ആയിരിക്കും. പിന്നെന്താണ്? ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് ആ വേരിയബിളിൻ്റെ പവർ ഒന്നായിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2x + 1 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ പവർ ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിനെന്തായിരിക്കും? ഒരൊറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും ഒന്നായിരിക്കും. ലീനിയർ ഇക്വേഷൻ, ഈ ഇക്വേഷൻ എന്തായിരിക്കും? ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഈ ഉദാഹരണത്തിൽ എന്താണ്? x = നമ്മൾ ആദ്യം -1 അങ്ങോട്ട് +1 അങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ ഈ 2 അവിടേക്ക് ഹരിക്കാനാകും, അപ്പം -1/2 ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷന്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ പറഞ്ഞു. ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആകുമ്പോൾ എന്തായിരിക്കും? അതിന് 2 വേരിയബിൾ ഉണ്ടാകും, =0. ഓക്കെ, 2 വേരിയബിൾ ഉണ്ട്, x y എന്നുള്ള വേരിയബിൾ ഉണ്ട്. അതിനാണ് 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2ൻ്റെയും പവർ എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ്റെ കാര്യം നമുക്ക് പറയാം. ഇനി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്ത ഇതിന് ലീനിയർ ഇക്വേഷൻ എന്നുള്ള ഇതിലേക്ക് പോവാണ്. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക, 2x + 5 = 0. അപ്പോൾ എക്സിൻ്റെ എതിർ സൊല്യൂഷന് പറയുന്ന പേരെന്താണ്? റൂട്ട് എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ട്, റൂട്ട് എന്നാണ് പറയുക. ആ സൊല്യൂഷന് പറയുന്ന പേര്, ആ റൂട്ട് എന്താണ്? x = -5/2 എന്നാണ്. എങ്ങനെയാണ് ഇതിനെന്താക്കുക? നമ്പർ ലൈനിന് റെപ്രസെൻറ്റ്, നമ്മൾ ഒരു നമ്പർ കിട്ടിയാൽ നമുക്ക് എന്താക്കാം? നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണെങ്കിൽ അതിനെന്താക്കാം? നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? കാരണം വെച്ചാൽ അതിന് ഒരേ ഒരു എന്താ ഉണ്ടാവുള്ളൂ? എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരൊറ്റ സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താക്കാം? നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്പർ ലൈൻ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, -5/2 എന്ന് പറഞ്ഞാൽ ഏകദേശം -2.5 2.5 എന്ന് പറഞ്ഞാൽ -2ൻ്റെയും -3ൻ്റെയും ഇടയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ നമ്പർ ലൈൻ പോലെ അതിൻ്റെ പകുതി എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2.5ക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണെങ്കിൽ അതിന് ഒരൊറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക, അതിൻ്റെ പവർ, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേരിയബിളിൻ്റെ പവർ എപ്പോഴും ഒന്നായിരിക്കും. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട എന്താണ്? അതിൻ്റെ സൊല്യൂഷൻ, ആ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഉദാഹരണത്തിൽ എന്താണ്? ഇതിന് ഇതേ സൊല്യൂഷനുള്ളൂ, വേറെ സൊല്യൂഷൻ ഉണ്ടാവില്ല. എക്സിൻ്റെ സ്ഥാനത്ത് ഇതല്ലാതെ വേറെ ഏത് വെച്ച് കൊടുത്താലും ആ ഇക്വേഷൻ ശരിയാവില്ല. അതുകൊണ്ട് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതെന്താക്കുക? നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് 1 വേരിയബിൾ ആണെങ്കിൽ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. 2 വേരിയബിൾ ആകുമ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി കഴിയില്ല. കാരണം 2 വേരിയബിൾ ഉണ്ടാവില്ലേ? എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ടാവും, വൈ എന്നുള്ള വേരിയബിൾ ഉണ്ടാവും. അത് രണ്ടിനെയും കൂടി ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ട്. കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് നമുക്ക് എന്താക്കാം? എക്സ് ഒരു വാല്യൂ, വൈ ഒരു വാല്യൂ ആണെങ്കിൽ അതിനെന്താക്കാം? നമുക്ക് സുഖമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ ഒരു പ്ലെയിനിലൊരു പോയിന്റ് അറിയുമ്പോൾ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. അപ്പോൾ 3/4 എന്നുള്ളത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3യും വൈൻ്റെ സ്ഥാനത്ത് 4 ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത് നമുക്ക് പഠിക്കാം. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആകുമ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കും? നമ്പർ ലൈനിലായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത്
ഇതൊന്ന് ശ്രദ്ധിക്കണം. വൈൽ സോൾവിങ് ആൻ ഇക്വേഷൻ യു മസ്റ്റ് കീപ് ദ ഫോളോയിങ് പോയിന്റ്സ്. ഒരു ഇക്വേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തെ പോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അതിന് താഴെ പറയുന്ന ആ പോയിന്റ് ശ്രദ്ധിക്കുക. സിമ്പിളാണ്. ദ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഈസ് നോട്ട് അഫക്റ്റഡ്. അതിനെന്താ ബാധിക്കൂല എപ്പോഴേ സെയിം നമ്പർ ഈസ് ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരേ നമ്പർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ അതിനൊരിക്കലും ബാധിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ 5x + 2 = 0 എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ എന്തായി, ഇപ്പോൾ ഇതാണ് 5x + 2 = 0 ആണെങ്കിൽ ഇതിന് +5 കൂട്ടി, എന്നാൽ ആ 5 ഇവിടെ കൂട്ടിയാലും എന്താവില്ല, ഈ എക്സിൻ്റെ വാല്യൂ ഒരുപോലെ തന്നെ ആയിരിക്കും. അതായത് കൂട്ടുന്നതിന് മുമ്പും കൂട്ടുന്നതിൻ്റെ ശേഷം എന്തായിരിക്കും, രണ്ട് സൈഡിലും കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ മാറുകയില്ല. ഉദാഹരണത്തിന് നമുക്കറിയാം, ഉദാഹരണം ശ്രദ്ധിക്കുക, 5x + 2 = 0 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എത്ര നോക്കുക, x = ഇവിടെ +2 എന്താവും -2 ആകും, ഇവിടെ ഹരിക്കാൻ എന്താവും 5 വരും. ഓക്കെ അല്ലേ? അപ്പോൾ -2/5 ആണ് എന്തിൻ്റെ എക്സിൻ്റെ വാല്യൂ. ഇനി നമ്മൾ രണ്ട് സൈഡിലും 5 കൂട്ടാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ 5x + 2 + 5 ഓക്കെ = 0 + 5 ആവും അല്ലേ? അപ്പോൾ ഇത് +2 + 5 എത്രയൊക്കെ വരും, 5x ഓക്കെ അല്ലേ? 5x + 7 = 5 ആവും അല്ലേ? കാരണം 0 + 5 5 ആവും. അപ്പോൾ ഇനി എന്താ ചെയ്യുക, ആ 5നെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആദ്യം, അല്ലെങ്കിൽ 7നെ അങ്ങോട്ട് കൊണ്ടുപോകാം. 7നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, 5x = +5 എന്താവും +7 -7 ആകും. -7 എന്തായിരിക്കും, +5, ഇവിടെ +5 അല്ലേ, +5 ആവും. അപ്പോൾ എന്തായിരിക്കും, -7ന് +5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -2 കിട്ടും അല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, -2 കിട്ടി. -2 കിട്ടിക്കഴിഞ്ഞാൽ ഈ 5നെ പിന്നെ അങ്ങോട്ട് ഹരിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ -2/5 ഇത് തന്നെയായിരുന്നു നമുക്ക് മുന്നേ കിട്ടിയത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു സൊല്യൂഷൻ, ഒരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒരിക്കലും എന്താവില്ല, അതിലേക്ക് ഒരേ രണ്ട് സൈഡിലേക്കും ഇക്വേഷൻ്റെ സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒരേ നമ്പർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ ആ ഇക്വേഷൻ എന്താവില്ല, മാറ്റം വരില്ല. അതുപോലെ തന്നെയാണ് ആ ഇക്വേഷനിലെ സെയിം നോൺ സീറോ നമ്പർ, ഒരേപോലത്തെ സീറോ അല്ലാത്ത നമ്പർ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താലും അതിന് മാറ്റം വരില്ല എന്നുള്ളത്. കാരണം നോൺ സീറോ നമ്പർ എന്ന് പറയാൻ ഹരിക്കുന്നിടത്തും ഗുണിക്കുന്നിടത്തും നോൺ സീറോ നമ്പർ എന്ന് പറയാൻ കാരണം ഗുണിക്കുകയും ഹരിക്കുകയും 0 കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്താൽ ഗുണിച്ചാൽ എന്തേക്കാരം ഏത് സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നോൺ സീറോ എന്ന് പറയുന്നത്. പിന്നെ ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഹരിച്ചാലോ അത് ഇൻഫിനിറ്റി ആയിരിക്കും, അതിനൊരു അറ്റം ഉണ്ടാവില്ല, കാരണം അത് അനന്തമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുണിക്കുന്ന സ്ഥലത്തും ഹരിക്കുന്ന സ്ഥലത്തും നോൺ സീറോ എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈ രണ്ട് പോയിന്റ്സ് ശ്രദ്ധിക്കുക. എന്താണ്, ഒരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒരിക്കലും മാറൂല, അല്ലെങ്കിൽ അതിന് മാറ്റം സംഭവിക്കില്ല. എപ്പോഴേ ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലേക്കും ഒരേ നമ്പർ കൂട്ടുകയോ കുറക്കുകയോ ചെയ്താലും, അതുപോലെ തന്നെ ആ ഇക്വേഷനെ രണ്ട് സൈഡും 0 അല്ലാത്ത ഏത് നമ്പർ കൊണ്ട് ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്താലും ഒരു മാറ്റവും വരികയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഇക്വേഷനെ കുറിച്ച്, ലീനിയർ ഇക്വേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലീനിയർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലീനിയർ ഇക്വേഷനിൽ നമ്മൾ ഇത് പറഞ്ഞു വെച്ചാൽ ഇതൊരു ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആണ്. 1 വേരിയബിളിന് ഇപ്പോൾ എന്തുണ്ടാവും, ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ആ സൊല്യൂഷനെ നമുക്ക് എന്താ ചെയ്യാം, നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. അതിലേക്ക് സൊല്യൂഷൻ്റെ രണ്ട് സൈഡിലേക്കും കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ എന്തുണ്ടാവില്ല, മാറ്റം വരികയില്ല എന്ന് പറഞ്ഞു. അതുപോലെ 0 ഇല്ലാത്ത ഏത് നമ്പറിനെ ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്താലും മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മളൊരു 2 വേരിയബിളിലേക്ക് കടക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു 1 ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇതിൽ പറയുന്ന ഉദാഹരണം, ശ്രീലങ്ക ഇന്ത്യ നമ്മളുടെ ക്രിക്കറ്റിൽ രണ്ട് ബാറ്റ്സ്മാൻ കൂടി ചേർന്നിട്ട് 126 റൺ എടുത്തു. ഇതെങ്ങനെയാണ് ഒരു ഇക്വേഷനായിട്ട് പറയാം? നമുക്ക് രണ്ടാളെന്ന് ഇതും അറിയില്ല, ഒരാൾ എത്ര എടുത്തു അറിയില്ല, മറ്റാൾ എടുത്തു അറിയാം. ഒരാൾ എടുത്ത് അറിഞ്ഞാണെങ്കിൽ നമുക്ക് എന്താകാം, ഇപ്പോൾ ഒരു വ്യക്തി 90 എടുത്തിട്ടുണ്ടെങ്കിൽ 90 + x = 126 എന്ന് എഴുതാമായിരുന്നു. രണ്ടാളും കൂടി എടുത്തത് 126 അറിയാം, ഒരാളെടുത്ത് 90 അറിയാം, എന്നാൽ മറ്റാളെടുത്ത് ശരിക്കും കണക്കൂട്ടാം. കാരണം x = 176 - 90. അപ്പോൾ മറ്റാളെടുത്ത് എത്ര കിട്ടും, 86 എടുത്താൽ കിട്ടും. രണ്ടാളും കൂടി എടുത്തത് 176 ആണ്.
ഓക്കെ. അപ്പോൾ ഒരാളടുത്ത് 90 തന്നിട്ടുണ്ട്, എന്നാൽ മറ്റാളടുത്ത് എന്താ ചെയ്യാം, 176 90 കുറച്ചാലും നമുക്ക് എന്താ ചെയ്യാം, എക്സിൻ്റെ വാല്യൂ മറ്റാളടുത്ത് കാണാം. പക്ഷെ നമുക്കിവിടെ എന്താണ്, രണ്ടാളെടുത്തതും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ രണ്ടാളും കൂടി എടുത്തത് എന്താണ്, 176 എന്നാണ്. രണ്ടാളും കൂടി ഒരുമിച്ചെടുത്തത് 176 ആണെന്നറിയാം. പക്ഷേ ഓരോരുത്തർ എടുത്തത് ഒന്നുപോലും അറിയില്ല, ഒരാളത് പോലും അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഈ സമയത്താണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്നുള്ളത് പ്രത്യേകമായി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ റണ്ണിനെ എന്താക്കാം, എക്സ് എന്നും സൂചിപ്പിക്കാം, മറ്റൊരാളുടേത് വൈ എന്നും സൂചിപ്പിക്കാം. അപ്പോൾ എന്തായി, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 176. ഓക്കെ അല്ലേ? ഇതാണ് ഇപ്പം എന്താ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളായി. കാരണം എക്സ് എന്നുള്ള വേരിയബിളുണ്ട്, വൈ എന്നുള്ള വേരിയബിളുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി എന്താണ്, നമ്മൾ സാധാരണ രീതിയിൽ ആദ്യം എഴുതുന്നത് എക്സും, അതാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ നേരത്തെ കാർട്ടീഷ്യൻ പ്ലെയിനിലൊക്കെ എഴുതിയ പോലെ എന്താണ്, നമ്മളെ പാരമ്പര്യമായിട്ട് ആദ്യം എക്സിനെ എഴുതും, പിന്നെ വൈനെ എഴുതും. സാധാരണ 2 വേരിയബിൾ സൂചിപ്പിക്കുന്ന 2 ലെറ്റേഴ്സ് എക്സും വൈ ലെറ്റേഴ്സ് വെച്ച് എഴുതിയിട്ടാണ്. വേറെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നതിന് എതിരല്ല, പക്ഷേ പാരമ്പര്യമായിട്ട് ഈ 2 ലെറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണം എഴുതാമല്ലോ. കാരണം എക്സും വൈ മാത്രമല്ല ലെറ്റേഴ്സ് ഉള്ളത്, ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് നമ്പറും ഉണ്ട്. അതുകൊണ്ട് ഏത് ഉദാഹരണം നമുക്ക് ഇവിടെ എഴുതാം. കണ്ടില്ലേ, 1.2 വെക്കാം. എസ് പ്ലസ് 3t ഇസ് ഈക്വൽ ടു 5, പി പ്ലസ് 4q ഇസ് ഈക്വൽ ടു 7, പൈ യു പ്ലസ് 5v ഇസ് ഈക്വൽ ടു 9. ഇതൊക്കെ എന്താണ്, 2 വേരിയബിൾസിന് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിന് ഉദാഹരണമാണ്. കാരണം ഇതെങ്ങനെയാണ് ഇതിലേക്ക് വരിക. നോട്ട് ദാറ്റ് യു ക്യാൻ പുട്ട് ദീസ് ഇക്വേഷൻസ്, ഈ ഇക്വേഷൻ എങ്ങനെയാണ് എന്താക്കാം, ഇക്വേഷനാക്കി മാറ്റാം. കാരണം ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം, അവിടെ 0 നമ്മൾ 0 ആക്കണം. അപ്പോൾ എന്താക്കാം, ഈ 1.2 as പ്ലസ് 3t ഇസ് ഈക്വൽ ടു 5 എന്നതിനെ നമുക്ക് എന്താക്കാം, ഈ 5നെ എന്താക്കാം, പ്ലസ് 5നെ സമത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ എന്താക്കാം, -5 എഴുതിയിട്ട് അപ്പുറത്ത് 0 എഴുതാം. അങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. അതാണ് നോട്ട് ദാറ്റ്. ഇതൊക്കെ ഉദാഹരണങ്ങളാണ് എന്തിന്, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിന്. അതുപോലെ തന്നെ ഈ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിന് എങ്ങനെയും എഴുതാം, ഈ 5നെ അതിൻ്റെ 5 അല്ലെങ്കിൽ 7നെ ഒക്കെ എന്താക്കാം, ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടും എഴുതാം. അതാണ് -5. അവിടെ +5നെ സമത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ -5 ആയി, ബാക്കി അവിടെ 0 ഉണ്ടാവുള്ളൂ. ഇവിടെ +7നെ സമത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ, -7 ആയി, പിന്നെ അവിടെ 0 എഴുതി, പിന്നെ ഇവിടെ -9 ആയി, ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ -3 ആയി. ഓക്കെ അല്ലേ? അങ്ങനെയും എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അതാണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിൻ്റെ പ്രധാന ജനറൽ തിയറി. എനി ഇക്വേഷൻ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം ഓഫ് ax പ്ലസ് by പ്ലസ് c 0, ആ ഫോമിലുള്ള ഏതൊരു ഇക്വേഷനും അതിന് കണ്ടീഷൻസ് എ ബി സി എന്നുള്ളത് എന്താണ്, ഇവിടെ റിയൽ നമ്പേഴ്സ്, അതായത് നമ്മൾ സാധാരണ നമ്പേഴ്സാണെന്നുള്ളത്. എ ബി സി, ഈ എയും ബി സി എന്നുള്ളത് നമ്പേഴ്സാണ്. അവിടെ പിന്നെ വേറെ കണ്ടീഷൻ ഉണ്ട്, എയും ബിയും ഒരുമിച്ച് എന്താകരുത്, 0 ആവുകയും ചെയ്യരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എ പ്ലസ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ അല്ലേ? അതൊരു, അപ്പോൾ ആ ഇക്വേഷൻ ശരിയായി, ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷൻ ശരിയായി. അതിൽ എയും ബിയും സിയും എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 മറ്റുള്ള നമ്പേഴ്സൊക്കെ ഇടും, 1/2 വിടും, അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സൊക്കെ പെടും. അങ്ങനെ ഏതെങ്കിലും നമ്പർ ആയാൽ മതി മൊത്തത്തിൽ. അതാണ് എ പ്ലസ്. അതെന്തല്ല ഒരിക്കലും വേരിയബിൾ അല്ല എന്നുള്ള അർത്ഥത്തിലാണ്. എയും ബിയും സിയും വേരിയബിൾ അല്ല. പിന്നെ എയും ബിയും ഒരുമിച്ച് എന്താകരുത്, 0 ആവുകയും ചെയ്യരുത്. അതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ കുഴപ്പമില്ല, ഒരുമിച്ച് 0 ആകരുത്. അത് നമുക്ക് പിന്നീട് വിശദീകരണം വരും. അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ, ഇങ്ങനത്തെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാകും. കാരണം 2 വേരിയബിൾസ് നമുക്ക് എഴുതാമല്ലോ. നമുക്ക് y പ്ലസ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എനി ഇക്വേഷൻ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണെങ്കിൽ അതിനെന്താക്കാം, അവിടെ എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആവുകയും എയും ബിയും ഒരുമിച്ച് എന്താക്കുക 0 അല്ലാതിരിക്കുകയും ചെയ്താൽ അതിനെന്താകാം, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി. അതിൽ എയും ബിയും സിയും എന്താണ്, റിയൽ നമ്പേഴ്സാണ്. ഈ എക്സും ഈ വൈയും എന്തായി കാര്യം, വേരിയബിൾസും ആയിരിക്കും, ലെറ്റേഴ്സും ആയിരിക്കും. മറ്റത് സാധാരണ നമ്പേഴ്സും ആയിരിക്കും എന്നുള്ളത്. ഇനി എക്സാമ്പിൾ ഒന്ന് നമുക്ക് ഇനി പെട്ടെന്ന് പോകാം, അത് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാം കേട്ടോ.
റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സിക്കൽ ടു 0 എന്ന ഫോമിൽ എഴുതുകയും പിന്നെ എയും ബിയും സിയും എന്താണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉദാഹരണം നോക്കാം. 2x പ്ലസ് 3y സിക്കൽ ടു 4.3y ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 3y ഇസിക്കൽ ടു 4.3y ആണെങ്കിൽ അതിനെന്താക്കാം? സമത്തിൻ്റെ പുറത്തേക്ക് പ്ലസ് 4.3y കൊണ്ടുവന്നാൽ മൈനസ് എന്താകും? 4.3y ആകും. അപ്പോൾ എന്താകും? ഇത് നമുക്ക് a ഇസിക്കൽ ടു 2 ആണെന്ന് മനസ്സിലാവില്ലേ? b ഇസിക്കൽ ടു 3 ആണെന്ന് മനസ്സിലാവും. c ഇസിക്കൽ ടു മൈനസ് 4.3 ആണെന്ന് മനസ്സിലാക്കണം. മൈനസ് 4.3 ആണ്. ഇതുപോലെ ഓരോന്നും നമുക്ക് എന്താ എഴുതാൻ കഴിയും. എക്സ് മൈനസ് 4 ഇസിക്കൽ ടു √3y. അപ്പോൾ √3y നമുക്കിട്ട് ശ്രദ്ധിക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് ഇതും, അപ്പം പിന്നെ എ എക്സിൻ്റെ സ്ഥാനത്ത് ഈ എക്സ് മാത്രമേ ഉള്ളൂ. ബി വൈൻ്റെ സ്ഥാനത്ത് എന്താണ്? ഈ -4 അല്ല, ഇതാണുള്ളത്. കാരണം y ഇവിടെ വേരിയബിൾ ഇവിടെയുള്ളത്. അപ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. എന്താ എക്സ് മൈനസ് 4 ഇസിക്കൽ ടു √3y എന്നുള്ളത് എക്സ് മൈനസ് √3. ഇവിടെ പ്ലസ് √3 എന്താകും? രണ്ടാമത് ഈ രൂപത്തിൽ കേൾക്കണം. എക്സ് ആദ്യം എഴുതി, പിന്നെ y ആണ്. y ഇവിടെ സമത്തിൻ്റെ വലതുഭാഗത്ത് എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. അപ്പോൾ ഇടത് ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. അതുകൊണ്ടാണ് ഇവിടെ മൈനസായി എഴുതിയത്. -√3y -4. ഇവിടെ -4 തന്നെയായിരുന്നു. അപ്പോൾ ഇയർ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, a ഇസിക്കൽ ടു 1 ആണ്. കാരണം എന്താണ്? ഈ എക്സിൻ്റെ പുറത്ത് 1 കോയിഫിഷ്യൻ്റ് 1 ആണ്. ഒരു എക്സ് എന്നുള്ളതാണ്. അപ്പോൾ a ഇസിക്കൽ ടു 1, b ഇസിക്കൽ ടു -√3, c ഇസിക്കൽ ടു -4. ഓക്കെ അല്ലേ? അതൊക്കെ ശ്രദ്ധിക്കണ്ടോ? ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്? 4 ഇസിക്കൽ ടു 5x - 3y. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താണ്? ഒന്ന് മാത്രം ഇടത് ഭാഗത്ത്, ബാക്കിയുള്ള വലത് ഭാഗത്താണ്. അപ്പോൾ അതിനെന്താക്കാം? മൈനസ് വലത് ഭാഗത്ത് ഇത് രണ്ടിനെയും ഇടത് ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇതിപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെന്ത് ചെയ്തു? 4നെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് പറഞ്ഞ കേട്ടോ, കണ്ടില്ലേ? ഇവിടെ ശ്രദ്ധിക്കും, ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ. 4 ഇസിക്കൽ ടു 5x - 3y എന്നുള്ളതാകുമ്പോൾ ഈ 5x - 3നെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇങ്ങോട്ട് ഇടത് ഭാഗത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യും? -5x ആവും. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കണ്ടില്ലേ? -5x പ്ലസ് എന്താകും? ഇവിടെ -3y ഉള്ളത് പ്ലസ് 3y ആവും. പ്ലസ് 3y പ്ലസ് 4. ഇനി ഇതിനെ നമുക്ക് എന്താകാം? ഏത് കോളത്തിലും എഴുതാമെന്ന് പറയുന്നത് ഇല്ലേ? ക്യാൻ ബി റിട്ടൺ. അതിനെ എഴുതാം. എങ്ങനെ എഴുതാം? 5x, അതായത് 4നെ എന്തായി? ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏത്? വലതു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? വലത്തേക്ക് കൊണ്ടുപോകും -4 ആവും. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. 5x ഇതുപോലെ തന്നെ നിർത്തി, -3y ആണ്, -4 പ്ലസ് 4 -4 എന്ന് 0. പിന്നെ 0 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് മാറ്റിയ കുഴപ്പമില്ല. അതായത് 5 ഇസിക്കൽ ടു 0 എന്നുള്ളത് തന്നെയാണ് 0 ഇസിക്കൽ ടു 5 എന്നും എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ഓക്കെ അല്ലേ? അല്ല 5 അല്ല, 0 അല്ല. ഇപ്പോൾ എക്സ് 5 ഇസിക്കൽ ടു എക്സ് അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുപോലെയാണ് ഇവിടെ മാറ്റിയത്. ആദ്യം എന്ത് ചെയ്ത്? കണ്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ ചെയ്തത്. ആദ്യം എന്തായി? -4നെ അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എന്തായി? സമത്തിൻ്റെ പുറത്തും ആക്കി എന്നുള്ളൂ. അതാണ്. അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ എന്തേ കാരം? ഇവിടെ 5x -3y -4 എന്നുള്ളടത്ത് a ഇസിക്കൽ ടു 5, b ഇസിക്കൽ ടു -3 ആണ്, പിന്നെ c ഇസിക്കൽ ടു -4 ആണ്. പിന്നെ എന്താ ശ്രദ്ധിക്കുക? പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് അവർ. ഇതിനെ എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ -5. അതായത് ഇവിടെ എന്തായി? ഇത് മൊത്തത്തിൽ എന്തായി? പെട്ടെന്ന് തന്നെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. നേരത്തെ നമ്മൾ ഈ റൂട്ട് ഇല്ലാതെ എന്തായി? ഒറ്റയടിക്ക് എന്തായി? ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ -5x പ്ലസ് 3y പ്ലസ് 4. ഇവിടെ നേരത്തെ എന്തായിരുന്നു? -3y -4 ആയിരുന്നു. ഇവിടെ +5 ആയിരുന്നു. ഇവിടെ -5x ആയി. മറ്റു രണ്ടും +y ഇസിക്കൽ ടു 0. ഈ സമയത്ത് എന്തായിരിക്കും? a ഇസിക്കൽ ടു -5 ആയിരിക്കും. ഇവിടെ a എന്തായിരുന്നു? +5 ആയിരുന്നു. ഇവിടെ b ഇസിക്കൽ ടു -3. ഇവിടെ എന്തായിരുന്നു? b ഇസിക്കൽ ടു 3. ഇവിടെ -3 ആയിരുന്നു. ഇവിടെ c ഇസിക്കൽ ടു 4. ഇവിടെ എന്തായിരുന്നു? -4 ആയിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കട്ടോ. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനെ വാദിക്കൽ ശരിക്കും മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. രണ്ടും സമമാണ്. സമത്തിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആകുമ്പോഴുള്ള ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഇനി അതുപോലെ തന്നെ നാലാമത്തിനും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ കുറച്ച് ഉദാഹരണങ്ങളും ചർച്ച ചെയ്തു. അതെങ്ങനെയാണ് എങ്ങനെയാണ് എക്സ് പ്ലസ് BY പ്ലസ് C ഇസിക്കൽ ടു 0 എന്നുള്ള ഇക്വേഷനിലേക്ക് ആക്കുക എന്നുള്ളതും അതിൽ എയും ബിയും സിയും ഏതാണെന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എന്ത്? എ പ്ലസ് ഇതിലാണ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ വരുന്നത്. ഇങ്ങനെ ആവണം. ഇങ്ങനെ വരുന്നതൊക്കെ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആണ്. പിന്നെ അതിൻ്റെ കണ്ടീഷനും പറഞ്ഞിരുന്നു. എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് ആവണം.
എയും ബിയും കൂടി ഒരുമിച്ച് എന്തായാലും 0 ആകരുതെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? ഏതെങ്കിലും ഒന്ന് 0 ആയാൽ കുഴപ്പമില്ല, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളായി സങ്കല്പിക്കാം. എങ്ങനെ? അതാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കാം. AX ഇനി ഇക്വേഷൻസ് ഏതെങ്കിലും ഇങ്ങനെ AX പ്ലസ് ബി എന്ന രൂപത്തിൽ ഏതെങ്കിലും ഇക്വേഷൻ വരികയാണെങ്കിൽ അതും എന്താക്കാം, നമുക്ക് 2 വേരിയബിൾസായി സങ്കല്പിക്കാം. എങ്ങനെ? AX പ്ലസ് 0y. ഓക്കെ, അവിടെ എന്താക്കുക, വൈ ഇല്ലല്ലോ, എക്സ് ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ. പിന്നെ എന്താക്കുക, വൈൻ്റെ സ്ഥാനത്ത് വൈനെ സങ്കല്പിച്ച് എന്താക്കാം, ഒരു വേരിയബിൾ വെക്കുക, പക്ഷേ അത് 0 ആക്കാം. പ്ലസ് ബി ഇസിക്കൽ ടു 0. കാരണം വെച്ചാൽ 0y അത് 0 ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് എന്താ അങ്ങനെ സങ്കല്പിക്കാമെന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇവിടെ 4 മൈനസ് 3x ഇസിക്കൽ ടു 0 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ എന്താണ് 3x, ഇതിനെ ഒന്ന് ഇതാണെങ്കിൽ 3x പ്ലസ് 4 ഇസിക്കൽ ടു 0 ആയി. ഇനി നമുക്ക് ഇവിടെ എന്തില്ല, ഇത് ഒരു വേരിയബിളുള്ള ലീനിയർ ഇക്വേഷനാണ്. അതിനെന്താക്കുക, 2 വേരിയബിൾ ലീനിയർ ഇക്വേഷനായി സങ്കല്പിക്കുക. അങ്ങനെ 3x പ്ലസ് 0y എഴുതാം. അതായത് 0y എന്ന് പറഞ്ഞാൽ 0 തന്നെയാണല്ലോ, പ്ലസ് 4 ഓക്കെ ഇസിക്കൽ ടു 0. കണ്ടില്ലേ, അതാണ് ഇവിടെ എഴുതിയത്. കാരണം 3x കണ്ടില്ലേ, 3x പ്ലസ് 0y പ്ലസ് 4 ഇസിക്കൽ ടു 0. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം, AX പ്ലസ് ബി എന്നുള്ള ഇസിക്കൽ ടു 0 എന്നുള്ള ഇക്വേഷനെ നമുക്ക് അത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളാണ്. ആ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിനെ നമുക്ക് എന്താക്കാം, 2 വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ഈ അടിസ്ഥാനത്തിൽ. കാരണം ഇങ്ങനെയുള്ള ഏതൊരു ഇക്വേഷനും നമുക്ക് എന്താക്കാം, ഇങ്ങനെയായിട്ടും എക്സ്പ്രസ് ചെയ്യാം. AX പ്ലസ് 0y, ആ 0yൻ്റെ സ്ഥാനത്ത് ആ ബീൻ്റെ, അതായത് ബീൻ്റെ സ്ഥാനത്ത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, AX പ്ലസ് BY പ്ലസ് C എന്നുള്ളത്, ആ ബീൻ്റെ സ്ഥാനത്ത് എന്താണ് 0 ആക്കി എന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ഈ ഇവിടുത്തെ സീൻ്റെ സ്ഥാനത്ത് എന്താണ്, ഇവിടെ ബി ആണ്, അത് ഇതൊരു നമ്പറാണ്, അപ്പോൾ നമുക്ക് പരിഗണില്ല. അപ്പം അതാ പറയുന്നത്, ഇങ്ങനെയുള്ള ഏതൊരു ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിനെയും നമുക്ക് എന്താക്കാം, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളായിട്ട് സങ്കല്പിക്കാം. എങ്ങനെ? അതിലേക്ക് എന്തായാലും ഒരു വേരിയബിൾ എന്തായിരിക്കണം, അപ്പോൾ ഉണ്ടാവും. ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളാണ് ഇത്. അപ്പോൾ എന്താണ്, അതിലേക്ക് എന്താകാം, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളാക്കി അതിനെ മാറ്റാം, കൺവേർട്ട് ചെയ്തിട്ട്, അതായത് 0y എന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് സങ്കല്പിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് AX പ്ലസ് BY പ്ലസ് C ഇസിക്കൽ ടു 0 എന്നുള്ള സ്ഥലത്ത് എയും ബിയും സിയും എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എയും ബിയും രണ്ടും കൂടി എന്താകരുത്, 0 ആക്കരുത്. ഏതെങ്കിലും ഒന്ന് 0 ആയാൽ കുഴപ്പമില്ല. അതാണ് ഇവിടെ ഒന്ന് 0 ആയി, എ എന്നുള്ളത് 0 ആകാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ബി ഇവിടെ ഏതെങ്കിലും ഒന്ന് 0 ആയി കഴിഞ്ഞാൽ മറ്റേ 0 ആകാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് 0 ആയാലും എന്താണ്, അതിനെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളായി സങ്കല്പിക്കാം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാം, അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഇതിങ്ങനെ എഴുതാന്നുള്ളത്. 4 മൈനസ് 3x ഈസിക്കൽ ടു 0 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, മൈനസ് 3x പ്ലസ് 0y പ്ലസ് 4 എന്നുള്ളത് ഇതാണ്. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എൻ ഇക്വേഷൻ 2 വേരിയബിളായിട്ട് എഴുതാം. ഇതിലൊക്കെ നമുക്കിപ്പോൾ എന്തേ കാണുന്നുള്ളൂ, സിംഗിൾ വേരിയബിളെ കാണുന്നുള്ളൂ. അതിനെ 2 വേരിയബിളാക്കി എഴുതാം. അതിന് ഉദാഹരണം ശ്രദ്ധിക്കാം. എക്സ് ഈസിക്കൽ ടു -5 എന്നുള്ളതിന് എന്താക്കാം, 1x, കാരണം എക്സിൻ്റെ ഒരു എക്സ് ആണെങ്കിൽ 1x എഴുതാം. പിന്നെ 0y, അവിടെ y കൂട്ടി കൊടുത്തു, ഈസിക്കൽ ടു -5, ഇവിടെ -5. ഇനി എന്താക്കാം, -5നെ സമത്തിൻ്റെ പുറത്ത് കൊടുത്താൽ പ്ലസ് 5y, അപ്പോൾ എക്സ് പ്ലസ് 0y പ്ലസ് 5 ഈസിക്കൽ ടു 0. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. y ഈസിക്കൽ ടു 2 ആണ്. അതിനെങ്ങനെ എഴുതാം, y ആണ്, അപ്പോൾ 0x, എക്സ് കൂട്ടി പ്ലസ് 1 ഇൻറ്റു y, അതായത് 1y, ഒരൊറ്റ y ഉള്ളല്ലോ അവിടെ, അത് ഈസിക്കൽ ടു 2. അപ്പോൾ 2നെ എന്താക്കുക, സമത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ -2 ആവും, അതാണ് -2. ഓക്കെ, 2x ഈസിക്കൽ ടു 3 എന്നുള്ളതിന് എന്താക്കാം, 2x എഴുതി, y ഇല്ലാത്തതുകൊണ്ട് 0y കൂട്ടി കൊടുത്തു, -3, ഇവിടെ 3 എന്തായി, സമത്തിൻ്റെ പുറത്ത് കൊടുത്തു, -3 ആക്കി, ഈസിക്കൽ ടു 0. അതുപോലെ തന്നെ 5y ഈസിക്കൽ 2 എന്നുള്ളതിന് എന്താക്കാം, ഇവിടെ y ആണുള്ളത്, ഇത് x ഇല്ല, അപ്പോൾ എക്സിനെ 0x കൂട്ടി പ്ലസ് 5y എന്ന് നോക്കി, കാരണം y ഉണ്ട്, പിന്നെ ഇവിടെ +2 ആണ്, അതിന് അങ്ങോട്ട് വരുമ്പോൾ -2 ആക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരിക. അപ്പോൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ നമ്മൾ ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2 വേരിയബിളിലേക്ക് കടന്നു. 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ രണ്ടും നമുക്കറിയില്ല. അങ്ങനെയാണ് ആ 2 വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പറഞ്ഞു. AX പ്ലസ്
BY പ്ലസ് C എന്ന രൂപത്തിലായിരിക്കും. എയും ബിയും സിയും റിയൽ നമ്പേഴ്സിനായിരിക്കും. എയും ബിയും ഒരുമിച്ച് എന്താകാൻ പറ്റില്ല, അതിനെ 0 ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സും വൈ എന്നുള്ളതാണ് രണ്ട് വേരിയബിൾ. ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് അതിൻ്റെ പവർ എപ്പോഴും ഒന്നാകണം എന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആകുമ്പോൾ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇനി ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആകുമ്പോൾ നമുക്ക് പറയാം എത്ര സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഏത് രൂപത്തിൽ വന്നാലും എക്സ് പ്ലസ് ബി എന്നുള്ള രൂപത്തിൽ ഈക്വൽ ടു 0 എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്താക്കാം, അതിനെ അവസാനമായിട്ട് പറഞ്ഞത് അതിനെന്താക്കി മാറ്റാം, നമുക്ക് 2 വേരിയബിൾ ആക്കി മാറ്റാം. അതായത് എക്സ് പ്ലസ് 0y എന്നാക്കിയിട്ട് 0y കൂട്ടി കൊടുക്കുക. ഇനി എക്സ് ഇല്ലാത്തടത്ത് 0x കൂട്ടി കൊടുക്കുക. പ്ലസ് ബി ഈക്വൽ ടു 0 എന്നാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ അല്ലേ? അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി എക്സസൈസ് ചെയ്തു വരാം. 4.1 സിമ്പിൾ എക്സസൈസ് ആണ്, അതും ചെയ്തു വരാം കേട്ടോ. രണ്ടും ചെയ്തു വരാം. ഓക്കെ അല്ലേ? അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.